ഒന്നാമത് അഭിനന്ദനങ്ങൾ. കാരണം രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും പാർട്ടികളെക്കുറിച്ചും എപ്പോഴും പറയാറുണ്ട്, വാഗ്ദാനങ്ങൾ നൽകുക, അത് നിറവേറ്റാതിരിക്കുക. അത് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് ലീഗ് പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളത്. എത്രമാത്രം ശ്രമകരമായിരുന്നു ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ള മുന്നോട്ടുള്ള യാത്ര? വളരെ ശ്രമകരമായിരുന്നു. അറിയാലോ, ഞങ്ങൾ 6 മാസം സർക്കാരിന്റെ പദ്ധതിയുമായി സഹകരിച്ച് കാത്തിരുന്നവരാണ്. പിന്നെ ഞങ്ങൾ വേഗം മനസ്സിലാക്കി ഇത് നടക്കാൻ പോകുന്നില്ല, ഒരുപാട് താമസിക്കും, ലിറ്റിഗേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് തിരിഞ്ഞു. നമുക്കറിയാം, പ്രവർത്തകരുടെ ഒക്കെ ഒരു ആത്മാർത്ഥമായ സപ്പോർട്ട് ആണ് ഈ കാര്യത്തിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്ക് പാലിക്കൽ നിർബന്ധമാണ്. ഞങ്ങൾ ഈ പാണക്കാട് കുടുംബത്തിൻ്റെയൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റിയൊക്കെ സൂക്ഷിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കണം. ഇതിൽ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഞങ്ങൾ ഒരുപാട് രംഗത്തുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ ജാതി മത ഭേദമന്യേ കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിളാണ്. അതനുസരിച്ച് പോവുകയാണ്. നമുക്കറിയാലോ, കേരളത്തിലാവുമ്പോൾ ഒരു വിമർശനമൊക്കെ പല കാര്യങ്ങളിലും വരും. പക്ഷേ നമ്മൾ സത്യസന്ധത പാലിച്ചാൽ പിന്നെ പ്രോബ്ലമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ വാക്ക് ഇതുവരെ 51 വീട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. സന്നദ്ധ സംഘടനകളൊക്കെ അവിടെ വീട് കൊടുത്തിട്ടുണ്ട്, കുറേ 1, 2, 4 ഒക്കെ ആയിട്ട്. ഇത്ര ഒന്നിച്ച് ഇത് സാധിച്ചത് വളരെ അധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തറക്കല്ലിട്ടു, ആ കല്ലിന് മുകളിൽ കല്ല് വെച്ചു, ആ കല്ലുകൾക്ക് മുകളിൽ വീണ്ടും കല്ലുകൾ വെച്ചു, വീടുണ്ടാക്കി, വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. കറണ്ട് വന്നു, വൈദ്യുതി വന്നു, വെള്ളം വന്നു, ലൈറ്റ് ഇട്ടു, ഫാൻ ഇട്ടു, കട്ടിൽ വന്നു, ബെഡ് വന്നു, തലയിണ വന്നു, ബെഡ്ഷീറ്റ് വന്നു, അടുക്കളയിലേക്ക് വേണ്ട മിക്സിയും ഗ്യാസും ഗ്യാസ് സ്റ്റൗവും എല്ലാം സജ്ജീകരിച്ചു. വീടുകൾ കൈമാറ്റവും നടത്തി. വീടുകളിൽ ആളുകൾ കയറി താമസവും ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ വളരെ മർമ്മപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ഒരു കാര്യം. 5-6 മാസത്തോളം ഞങ്ങൾ കാത്തിരുന്നു സർക്കാരിൻ്റെ പദ്ധതിയുമായിട്ട് സഹകരിച്ചു പോകാൻ. എന്തായിരുന്നു ആ കാത്തിരിപ്പ്? എന്തിനു വേണ്ടിയായിരുന്നു ആ കാത്തിരിപ്പ്? എന്നിട്ട് ആ കാത്തിരിപ്പിനൊടുവിൽ ലീഗിനുണ്ടായ ഒരു തിരിച്ചറിവും കോൺഗ്രസിന് പറ്റിയ അബദ്ധവും, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം 5-6 മാസങ്ങൾക്കിപ്പുറം നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ദുരന്തം ഉണ്ടാകുന്നു, സർക്കാർ ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുന്നു, മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്നു, ഒക്കെ നടക്കുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിലെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഈ പാർട്ടികളോടൊക്കെ പറയുന്നു, ഭൂമി ഞങ്ങൾ തരാം, ഭൂമി സർക്കാർ തരാം, നിങ്ങൾ നിർമ്മാണങ്ങൾ നടത്തൂ, ഭൂമി സർക്കാർ തരാം എന്നുള്ള വാക്ക്. ഈ വാക്ക് പറഞ്ഞിട്ട് 5-6 മാസം ലീഗ് ഇതിന് പുറകിലേ നടന്നു. എവിടെ ഭൂമി? എവിടെ ഭൂമി? എന്തായി ഭൂമി? റവന്യൂ മന്ത്രി രാജന്റെ ഓഫീസിൽ ലീഗിന്റെ നേതാക്കള്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ലീഗിന്റെ നേതാക്കള് നിരന്തരം കയറി ഇറങ്ങി ഭൂമിയെക്കുറിച്ച് ചോദിച്ച്. നാളെ 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 നീള 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 എന്നുള്ളതായിരുന്നു മറുപടി. 5-6 മാസം കഴിഞ്ഞപ്പോൾ ലീഗിന് മനസ്സിലായി കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ട്രാപ്പ് ഉണ്ട് എന്നുള്ളത് ലീഗിന് കൃത്യമായിട്ട് മനസ്സിലായി. ആ ട്രാപ്പ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ രാജനെ പോയി കാണുന്നത് അവിടെ നിർത്തി. പിന്നെ എന്താക്കി ലീഗിന്റെ രീതിയിൽ വയനാട്ടിൽ ചെന്ന് ഭൂമി നോക്കി, ഭൂമി കണ്ടെത്തി. അപ്പോൾ ലീഗിന്റെ വീട് മതി എന്ന് പറഞ്ഞ ആളുകൾ അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്ക് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ കിട്ടിയാൽ അങ്ങനെയാവണം എന്നുള്ള അവരുടെ ആഗ്രഹം അവരുടെ ലീഗിന്റെ മുന്നിൽ വെച്ചു. അങ്ങനെയാണ് മേപ്പാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ലീഗ് ഭൂമി കണ്ടെത്തുന്നത്. ലീഗ് ഭൂമി കണ്ടെത്തി, ലീഗ് ഭൂമി ഏറ്റെടുത്തു. ലീഗ് 2025 സെപ്റ്റംബറിൽ തറക്കല്ലിട്ടു, അല്ലേ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ലാസ്റ്റ് വീട് പണി തീർത്ത് ലീഗ് കൈമാറി. അവിടെ
കോൺഗ്രസിനുണ്ടായത് ഒരു 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 ചെറിയ തിരിച്ചറിവിൻ്റെ അഭാവമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ശ്രദ്ധാക്കുറവാണ്. സർക്കാർ തരാമെന്ന് പറഞ്ഞപ്പോഴും സർക്കാർ അതിനെ അത്രയധികം കോൺഗ്രസ് വിശ്വസിച്ചു. സർക്കാർ ഭൂമി തരും, നമുക്ക് വീട് പണിതാൽ മതി, സർക്കാർ ഭൂമി തരും, നമുക്ക് വീടുണ്ടാക്കിയാൽ മതി എന്നുള്ളത് ചിന്തിച്ചു. പക്ഷേ ഇത് നീണ്ടു പോകുമ്പോൾ അത് നാളെ എന്നുള്ള പോക്കാണ്, ലോട്ടറി ടിക്കറ്റാണ്, കിട്ടൂല എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ലീഗ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാനിന്നിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എന്താ, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലീഗ് 51 വീടല്ലേ കൊടുത്തിട്ടുള്ളൂ, സർക്കാർ 158, സർക്കാരിൻ്റെ ടൗൺഷിപ്പ് 400 വീടാണ്, ലീഗിൻ്റെത് 100 അല്ലേ ഉള്ളൂ. ഉളുപ്പുണ്ടോ നായ്ക്കളെ നിങ്ങൾക്കിത് പറയാൻ? അടിമകളായിട്ടുള്ള ആളുകളെ, ഈ കൃമികീടങ്ങൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? ഉളുപ്പുണ്ടോ? 780 കോടി രൂപ പണം എന്ന് പറഞ്ഞാൽ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വിജയം പറഞ്ഞ കണക്കെത്രയാ? 299 കോടി അല്ലേ? ആ 299 കോടി നീങ്കാണ് വിജയം പറഞ്ഞത് സമ്മതിച്ചാലും അങ്ങനത്തെ 3 ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള പണം അവിടെ ഇരിക്കുന്നു അല്ലേ? അവിടെ തീരുവോ? ദുരന്തം കഴിഞ്ഞ് 2 വർഷം പിന്നിടുന്നു അല്ലേ? ഈ ദുരന്ത നിവാരണ അല്ലെങ്കിൽ CMDRF എന്ന് പറയുന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയവരിൽ എല്ലാവരും ഉണ്ടോ? അതിൽ കോൺഗ്രസ്സുകാരനുണ്ട്, ലീഗുകാരനുണ്ട്, മാർക്സിസ്റ്റുകാരനുണ്ട്, പാർട്ടി ഉള്ളവനുണ്ട്, പാർട്ടി ഇല്ലാത്തവനുണ്ട്, മലയാളിയുണ്ട്, മലയാളി അല്ലാത്തവനുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ അതിലുണ്ട്. അപ്പം ഇവരൊക്കെ നൽകിയ പണം, ഇത്രയും പണം ഉണ്ടായിട്ടും 2 വർഷം പിന്നിട്ടിട്ടും ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ കിട്ടിയത് 780 കോടി രൂപ. സർക്കാർ കണക്ക് പ്രകാരം ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ എത്രയാ? അത്രയും ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ, എല്ലാ സൗകര്യത്തോടും കൂടിയ നല്ല 1-ാം തരം വീട് വെച്ച് നൽകാനുള്ള ഫണ്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. 2 വർഷം പിന്നിടുന്നു. 2 വർഷം വേണ്ടിയിരുന്നോ? സർക്കാർ ആദ്യഘട്ടത്തിൽ എന്താ പറഞ്ഞത്? 6 മാസം കൊണ്ട് പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ആ ദുരന്തത്തെ അതിനേക്കാൾ വലിയ പുനരധിവാസം കൊണ്ട് ഞങ്ങൾ നേരിടും. 6 മാസം കൊണ്ട് പുനരധിവാസം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. 2 വർഷം പിന്നിടുന്നു. പണമുണ്ട്, സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. എന്തുണ്ടായില്ല? മനസ്സുണ്ടായില്ല, ആത്മാർത്ഥതയുണ്ടായില്ല അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സർക്കാരിന് ഇതൊക്കെ ചെയ്തു തീർക്കായിരുന്നല്ലേ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോ ഇതൊന്നും ചെയ്യാതെ ഈ ദുരിതബാധിതരോട്, ഈ പ്രവർത്തകരോട്, അല്ല ഈ പാവങ്ങളോട് ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലാതിരുന്നത് സർക്കാരിന് മാത്രമായിരുന്നു എന്നുള്ളതാണ്. എല്ലാം 4 വോട്ടിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സർക്കാർ പണിതീരാത്ത വീട് താക്കോല് കൊടുക്കേണ്ടി വന്നതും, താമസയോഗ്യമല്ലാത്ത വീടിന്റെ താക്കോല് സാങ്കല്പികമായി കൊടുത്തത് അല്ലേ? എല്ലാത്തിലും അങ്ങനെയാണല്ലോ. വീട് നൽകിയതും സാങ്കല്പികമായിട്ട്, എല്ലാം സാങ്കല്പികതയെ. അതിൻ്റെ എല്ലാ ബാക്കിയുള്ളതിലേക്ക് പോകുന്നില്ല. എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ അതൊക്കെ സാങ്കല്പികമായിട്ട് മാത്രമാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സാങ്കല്പികത മാത്രമാണ്. സാങ്കല്പികമായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണല്ലോ ഈ സാങ്കല്പിക താക്കോല് കൊടുത്തത്. എന്നിട്ട് നോക്കിയേ, അത് കൊടുത്ത് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതി, ഞങ്ങൾ വീട് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ വിജയനെ കൊണ്ട് തന്നെ കാലം മാറ്റി പറയിച്ചു. എന്ത് പറഞ്ഞു? ഞങ്ങൾ വീട് കൈമാറിയിട്ടില്ല, ഞങ്ങൾ വീട് കൊടുത്തിട്ടില്ല, പണി തീർന്നിട്ടില്ല, അത് കയറിക്കിടക്കാറായിട്ടില്ല എന്നൊക്കെ ഇവരെ കൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഞങ്ങൾ വീട് കൊടുത്തു എന്ന് എഴുതിയവരെ കൊണ്ട് തന്നെ ഞങ്ങൾ വീട് കൊടുത്തിട്ടില്ല, പണി തീർന്നിട്ടില്ല
എന്ന് പറയേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതിപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം എന്തൊക്കെ ചെയ്താലും രണ്ടാമത് അത് മറിച്ച് സമ്മതിക്കേണ്ടി വരിക. അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ. എല്ലാം പൊളിഞ്ഞ് പാളീസായി പോകുന്നത്. കാരണം എന്താ, ഒക്കെ PR വർക്കാ. PR മാത്രമാണ് ഇവരുടെ ഈ 10 വർഷത്തെ ഭരണത്തിൽ കൃത്യമായിട്ട് നടന്നത്. PR ആണ്. കാരണം എന്താ, അത് പണം ആവശ്യത്തിലധികം പൊതുഖജനാവിൽ നിന്ന് PR-ന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും അവർക്ക് പണം ലഭിക്കുന്നത് കൊണ്ടും അവരിരുന്ന് തള്ളിക്കൊണ്ടിരിക്കുക. പൊതുമധ്യത്തിലേക്ക് നുണകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് തിരിച്ചറിയുന്നാൻ അവർക്ക് പറ്റിയില്ല. അത് അവരുടെ ഒരു വീഴ്ചയാണ്. ലീഗ് തിരിച്ചറിഞ്ഞു. ലീഗ് സർക്കാരിനോട് ചോദിക്കൽ നിർത്തി. ലീഗ് എന്താക്കി, ലീഗിൻ്റെതായ സ്ഥലം കണ്ടെത്തി, വീട് വെച്ചു. ഒരു കണക്കിനത് നന്നായി. ഇല്ലെങ്കിൽ ഈ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ അടിമകള് ഞങ്ങളാണ് തന്ത, ഞങ്ങളാണ് ഭൂമി നൽകിയത്, ഞങ്ങളാണ് ഉണ്ടാക്കിയത്, തന്തയാകാൻ വരുമായിരുന്നു. അത് കിട്ടാത്തത് ഒരു കണക്കിന് നന്നായി. മനസ്സിലായില്ലേ? ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ കൊടുത്ത്, ഞങ്ങൾ ഭൂമി നൽകിയിട്ട് ഞങ്ങൾ തന്ന ഭൂമിയിലല്ല നിങ്ങൾ വീട് വെച്ചത് എന്നൊക്കെ പറയുമായിരുന്നു ഈ അടിമകളെ. അത് കിട്ടാഞ്ഞതും ഒരു കണക്കിന് നന്നായി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, മുസ്ലിം ലീഗിന് ആ കാര്യം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിച്ചു. കോൺഗ്രസിന് അത് മനസ്സിലാക്കുന്നതിൽ ഒരു ലാഘവമുണ്ടായി, അല്ലെങ്കിൽ അവർക്കൊരു വീഴ്ച പറ്റി, അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, 5-6 മാസം ഞങ്ങൾ നടന്നു, കിട്ടാതെ വന്നപ്പോൾ ഞങ്ങളെ തന്നെ കണ്ടെത്തി. അതാണ് ഇതിൻ്റെ കാര്യം. അതിൽ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ചു. സർക്കാർ ഭൂമി തരും, നമുക്ക് വീടുണ്ടാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പദ്ധതി, അല്ലെങ്കിൽ അവർ മനസ്സിൽ കണ്ടത് അങ്ങനെയായിരുന്നു. പക്ഷേ വിജയം പറ്റിച്ചു, പറഞ്ഞു പറ്റിച്ചു. വിജയം കോൺഗ്രസ്സുകാരെ പറഞ്ഞു പറ്റിച്ചു.